കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ ഇരിക്കൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പ്രചാരണം തുടങ്ങി. മുണ്ടാനൂരിലെ സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ അമ്മയുടെ കല്ലറയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെയാണ് സജീവ് ജോസഫ് ആരംഭിച്ചത്. ഇടവക വികാരി ഫാദർ മാണി ആട്ടേൽ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നു. സ്ഥാനാർത്ഥിക്കൊപ്പം ജോസഫ് AK, ജില്ലാ പഞ്ചായത്ത് അംഗം ജോജി വർഗീസ് വട്ടോളി, മണ്ഡലം പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് തുടങ്ങി UDF നേതാക്കളും ഉണ്ടായിരുന്നു. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി ജനവിധി തേടാൻ നേതൃത്വം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം നാടായ മുണ്ടാനൂരിലെ സെൻറ്റ് അൽഫോൺസ ചർച്ചിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. മമ്മിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട വികാരി അച്ഛനും എൻ്റെ ഗുരുനാഥനുമായ പ്രിയപ്പെട്ട മാണി അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്നും ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഈ നിലകളിൽ ഒരു ജനപ്രതിനിധിയായി വരാനും ഒരു പൊതുപ്രവർത്തകനായി നിൽക്കാനുമെല്ലാം എനിക്ക് പ്രോത്സാഹനം നൽകിയ മണ്ണാണ് ഈ മണ്ണ്, മുണ്ടാനൂരിൻ്റെ മണ്ണ്. ഇവിടെ നിന്നും ഈ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹമുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. ഇന്നലകളിൽ എല്ലാവരും നൽകിയ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ഭേദ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ നാട്ടുകാർ നൽകിയ എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.